ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് നെടുമ്പാശ്ശേരിയിലാണ്. ഇവിടെ ഇന്ന് ഈ നെടുമ്പാശ്ശേരിയിൽ നിന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് വയനാട്ടിലേക്ക്. ആ പുറകെ കിടക്കുന്ന വാഹനത്തിലാണ് നമ്മളിന്ന് പോകുന്നത്. എന്താണ് വയനാട്ടിലേക്ക് നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. മലനാട് ടിവിയുടെ സിറ്റിസൺ ജേർണലിസ്റ്റും അതുപോലെ തന്നെ നമ്മളുടെ എറണാകുളം ജില്ലാ CJF ഫോറത്തിൻ്റെ പ്രതിനിധിയുമായിട്ടുള്ള ഗഫൂർക്കയുടെ വീടാണിത്. ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞു. കുറേ ഐറ്റങ്ങളുണ്ട്. നൂഡിൽസ്, അതുപോലെ തന്നെ പായസ്, അവർക്ക് അവശ്യ സാധനങ്ങൾ എന്തൊക്കെ ഈ വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ, നമ്മുടെ എന്തൊക്കെയാണ് നമുക്ക് അവശ്യ സാധനങ്ങൾ ഇപ്പോൾ അവർക്ക് വേണ്ടത്. അതെല്ലാം ഗഫൂർക്കയുടെ മക്കളൊക്കെയാണ്, കൊച്ചുമക്കളൊക്കെയാണ്, ഇപ്പോൾ ചേട്ടൻ്റെ മക്കളൊക്കെ ആണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതെങ്ങനെ കയറ്റുന്നത് ഗഫൂർക്ക? ഇതിനകത്ത് ഇതെല്ലാം തന്നെ ഇരിക്കുമോ? ഇത് നമ്മൾ കയറ്റും. അതെ. ഇപ്പം എന്തൊക്കെയാണ് ഇപ്പം നമ്മൾ മലനാട് ടിവിയിൽ കുറേ തുണികൾ കൊണ്ടുവന്നു. നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ കയറ്റുന്നത് കുറേ പുൽപ്പായകൾ, സാനിറ്ററി നാപ്കിൻസ്, പിന്നെ ഡയപ്പറുണ്ട്, കുറേ പിന്നെ ബിസ്ക്കറ്റ്, കുറേ തുണിത്തരങ്ങൾ, ഇതെല്ലാം നമ്മളിപ്പോൾ ഇവിടുന്ന് കയറ്റുന്നതിലുണ്ട്. അടിപൊളി. യെസ് ഉണ്ടോ? അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന ചെറിയൊരു കൈത്താങ്ങ് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ മലനാട് ടിവിയുടെ കൂടെ നിന്നിട്ട് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എറണാകുളത്ത് നിന്ന് ഇറങ്ങിയ സമയത്ത് നമ്മളുടെ ഗഫൂർക്കായൻ്റെ മോള്, പിന്നെ ചേട്ടൻ്റെ മോൻ്റെ മോള് പേരക്കടാവ് ഒരു ചോദ്യം ചോദിക്കുന്നതായിട്ട്. അപ്പോൾ നമ്മൾ കുറേയധികം സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ കുറേ കുട്ടികളുണ്ടാവില്ലേ, അവർക്ക് കുറച്ച് മുട്ടായി കൊണ്ട് നിങ്ങൾ മേടിച്ചിട്ട് പോയി എന്ന് പറഞ്ഞു. ശരിക്കും അത് നമ്മളുടെ കണ്ണ് തുറപ്പിച്ചു. അതായത് ഞങ്ങളിപ്പം ഒരു ഷോപ്പിലാണ്. ബാക്കി നിങ്ങൾ പറഞ്ഞു ഏതാ കടയെന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോൾ ഞങ്ങൾ ഈ സ്ഥലം കൃത്യം കൊളപ്പുറം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് റൊമാൻസ് എന്നും പറഞ്ഞുകൊണ്ടൊരു ഷോപ്പിലാണ്. ഇവിടെ ഫോറിൻ മിഠായികളും മറ്റുള്ള മിഠായിയുടെ ഷോപ്പാണ്. ബദാം, പിസ്ത, അതുപോലെ ക്യാഷ്യൂ ഒക്കെ ഉള്ളൊരു ഷോപ്പാണ്. അപ്പോൾ ഞങ്ങളിവിടെ കയറി കുറച്ച് മിഠായി മേടിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ വയനാട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരും അവരുടെ ഒരു കോൺട്രിബ്യൂഷനായിട്ട് കുറേ മിഠായി ഞങ്ങൾക്ക് അവിടുത്തെ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒരു ബാഗിൽ ഉള്ളത് അവരുടെ കോൺട്രിബ്യൂഷനാണ്, റൊമാൻസിൻ്റെ കോൺട്രിബ്യൂഷനാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് അവർ മനസ്സുകൊണ്ട് തന്നതാണിത്. അപ്പോൾ എല്ലാവരും വയനാടിൻ്റെ ആ ദുരന്തത്തിൽ അവിടുത്തെ മക്കളുടെ കൂടെ, ദുരന്ത ഭൂമിയിലുള്ള ആളുകളുടെ കൂടെ ഒറ്റക്കെട്ടായിട്ട് കേരള ജനത നിൽക്കുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ മലപ്പുറത്തുനിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. മലനാട് ടിവിക്ക് വേണ്ടിയിട്ട് ജയേഷിനോടൊപ്പം ഗഫൂർ അളമന. ഇപ്പോൾ നമസ്കാരം. ഞങ്ങളിപ്പോൾ വയനാട്ടിലേക്കുള്ള യാത്രാമധ്യയിൽ ഒരു സ്ഥലത്ത് ഒരു ഷോപ്പിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് കയറി. വയനാട്ടിലുള്ള കുട്ടികൾക്കുള്ള മിഠായികൾ വാങ്ങാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ആ മിഠായി കടയിൽ, റൊമാൻസ് എന്ന് പറഞ്ഞ മിഠായി കടയിൽ ആണ് കയറിയത്. അപ്പോൾ അവരുടേതായ ഒരു സംഭാവനയും കൂടി ഞങ്ങൾ വയനാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഒരു കോൺട്രിബ്യൂഷനും അവിടുത്തെ മക്കൾക്ക് കൊടുക്കാൻ കുറച്ച് സ്വീറ്റ്സ് ഞങ്ങൾക്ക് തരികയും ഞങ്ങളത് പരിചയപ്പെടുകയും ചെയ്തു. ഈ പരിചയപ്പെട്ടതിന് ഞങ്ങൾക്ക് എനിക്ക് ആദ്യം കിട്ടിയ ഒരു അറിവാണ്, കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു പഞ്ചായത്തിന് ഒരു വ്യക്തിയുടെ പേരിലുള്ള കേരളത്തിൽ ആകെ ഒരു പഞ്ചായത്തുള്ളൂ. അബ്ദുൾ റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് AR നഗർ പഞ്ചായത്തിൽ ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഷോപ്പിൽ നമ്മുടെ റഹീം, നമ്മുടെ നൗഷാദും കൂടി ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. തുഫൈൽ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള തുഫൈലും കൂടി ഇതിൽ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നു. മലനാട് ടിവിക്ക് വേണ്ടി മലപ്പുറത്തു നിന്നുള്ള ടീമിൻ്റെ കൂടെ ഇവരുടെ ഒരു കയ്യൊപ്പും കൂടി ഇതിൽ കൂടെ വരാൻ പോവുകയാണ്. കേരളത്തിലെ ആദ്യമായിട്ട് ഒരു വ്യക്തിയുടെ പേരിലുള്ള പഞ്ചായത്തിൽ നിന്നുള്ള ടീമിൻ്റെ. എങ്ങനെയാണ് ഇത് AR നഗർ പഞ്ചായത്തായത്? ഇതിനെപ്പറ്റി വല്ലാതെ അറിവില്ല. ഇത് അബ്ദുറഹ്മാൻ നഗർ, അതാണ് മുഴുവൻ പേര്. AR പഞ്ചായത്തിലാണ് ജീവിക്കുന്നത്. ഇത് എത്രാം വാർഡാണ്? ഇത് 21 വാർഡുകളും ഉണ്ടല്ലേ? 21 വലിയ പഞ്ചായത്താണ്. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ AR നഗർ പഞ്ചായത്തിലെ വിശേഷങ്ങളൊക്കെ ഇവരിലൂടെ നമുക്ക് കേരള ജനതയെ അറിയിക്കാം. അതിന് ഇവരും നമ്മുടെ കൂടെ കൈകോർക്കുകയാണ്. യാദൃശ്ചികമായിട്ടാണെങ്കിലും ഞങ്ങൾക്ക് വയനാട് യാത്രയിൽ കിട്ടിയ 2 സൗഹൃദങ്ങളാണ് ഈ 2 സുഹൃത്തുക്കൾ. ഓക്കെ, താങ്ക് യു.
വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ വയനാട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇത്രയും മനോഹരമായ നയനമനോഹരമായ ഒരു പ്രകൃതി ഉള്ള ഒരു സ്ഥലം. ഇന്ന് നമ്മളിനി അടുത്തൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിൽ ഇതേപോലെ മനോഹരമായിരുന്ന ആ പ്രദേശം ഇന്ന് തീരാ കണ്ണീരിൻ്റെ ഒരു സങ്കടക്കടലായി മാറിയിരിക്കുകയാണ്. അവിടെ ഇത്തരം മനോഹാരിതമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നത് എല്ലാം തകിടം മറിച്ചുകൊണ്ട് പ്രകൃതി ദുരന്തം നടന്നിരിക്കുകയാണ്. ആ ദുരന്ത ഭൂമിയിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. മലനാട് ജീവി ഇന്ന് അവരോടൊപ്പം ചേരുകയാണ്. ഇന്ന് എന്നോടൊപ്പം നമ്മളുടെ എറണാകുളം റിപ്പോർട്ടറായിട്ടുള്ള ഗഫൂറൊക്കെ ഉണ്ട്. അതുപോലെ വയനാട് റിപ്പോർട്ടറായിട്ടുള്ള ഷമീറുണ്ട്. രണ്ടുപേർക്കും സ്വാഗതം. ഷമീർ, ആദ്യം തന്നെ നമുക്കിന്ന് ഇവിടെ വരുമ്പം എങ്ങനെയാണ് അദ്ദേഹത്തിനെ കാണുന്നത്, കാഴ്ചപ്പാടുകളെ കുറിച്ച് അറിയാം. ഗഫൂർക്ക, ഇത്രയും മനോഹരമായ ഒരു സ്ഥലമായിരുന്നു അല്ലേ? ഈ പിന്നെ മലയോരങ്ങളിൽ പലപ്പോഴും മലയോര മേഖലകളിൽ എപ്പോഴും പ്രകൃതി ദുരിതങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താണ് കാരണമെന്നുള്ള ചർച്ചകൾ ഇന്ന് ടെലിവിഷനിൽ നടന്നുകൊണ്ടിരിക്കുക. വിവിധ തരത്തിലുള്ള ആളുകൾ ആ കാരണങ്ങൾ അന്വേഷിച്ച് പോകുമ്പം ഈ എന്ത് കാരണം കൊണ്ടാണെങ്കിലും സഹജീവികളെ നമുക്കൊരു 400-500 പേര് നഷ്ടപ്പെട്ടു പോയി. ഇനിയും കാണാത്തവരും ഐഡൻറ്റിഫൈ ചെയ്യാത്ത മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഇനിയും ഏറെയുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇപ്പോഴും ഈ പറയുന്നത് പോലെയുള്ള ദുരന്തം വന്നതിന് ശേഷം അതിനെ അല്ലെങ്കിൽ അത്ര ഒരു ദുരന്തം വരും എന്ന് ഒരു മുന്നറിയിപ്പ് നേരത്തെ കാലാവസ്ഥാ ഗവേഷണ വകുപ്പ് കൊടുത്തിട്ട് കൂടി ഗവൺമെൻറ് അതിന് ഒരു മുൻകൈ എടുക്കുക, ഒരു മാറ്റിപ്പാർപ്പിക്കുകയൊന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ കണ്ടിന്യൂ ചെയ്ത് വരുന്നത്? നമസ്കാരം. നമ്മൾക്ക് ഇപ്പോൾ സാധാരണ നമ്മൾ പല ദുരന്തങ്ങളും ഇപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത കാലഘട്ടങ്ങളിൽ നടക്കുകയുണ്ടായി. ഒരു ദുരന്തം നടന്നിട്ടുണ്ടെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് മുഖ്യമന്ത്രിയുടെ അന്ന് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങളിൽ നിന്നിട്ട് ഒരു തുക സമാഹരിക്കുക. കുറേ സുമനസ്സുകൾ അവരുടെ വ്യക്തിപരമായ പേരിൽ, അവരുടെ സംഘടനകളുടെ പേരിൽ, അവരുടെ പ്രസ്ഥാനങ്ങളുടെ പേരിൽ കുറേ സാമ്പത്തിക സഹായം നൽകുക. വീടുകളൊക്കെ നഷ്ടപ്പെട്ടവർക്ക് ഒരാളുകൾക്ക് വീട് വെക്കാൻ സ്ഥലം കൊടുക്കുക, വീട് വെച്ച് കൊടുക്കുക. അതോടുകൂടി ഈ സമൂഹത്തിൻ്റെ ബാധ്യത കഴിഞ്ഞു. വീണ്ടും അവർ ഉയർത്തെഴുന്നേൽക്കുന്നതിൽ ഉണർന്നു വരുന്നത് അടുത്തൊരു ദുരന്തം കാണുമ്പോഴാണ്. ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്തൊരു ദുരന്തം വരെ ഇവർ ഇതിന് വേണ്ട ചർച്ചകളിലായാലും മറ്റുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അതിനെ മൊത്തത്തിൽ ആ ഒരു ദുരന്തത്തിനോട് മാറ്റി നിർത്തുക. അപ്പോഴും അടുത്തൊരു ദുരന്തം അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് വീണ്ടും വരും. ഈ നടന്ന ദുരന്തക്കാരെ പൂർണ്ണമായിട്ടും പിന്തള്ളിക്കൊണ്ട് പുതിയ ആളുകളുടെ അടുത്തേക്ക് ചെല്ലണം. ഈ ആദ്യം സംഭവിച്ച ആൾക്ക് അവർക്ക് വ്യക്തമായ രീതിയിലൊരു പുനരധിവാസമോ അല്ലെങ്കിൽ അവർക്കൊരു തൊഴിൽ മേഖല സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വേണ്ട രീതിയിൽ പുനരധിവസിപ്പിക്കാനോ നമ്മുടെ സർക്കാരുകൾ, ഏത് സർക്കാരുകളായാലും ഇതുവരെ ശ്രമിച്ചിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഫണ്ട്. നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ ഡിസാസ്റ്റർ ഫണ്ടുണ്ട്. ഈ ഫണ്ടിൻ്റെ വിനിയോഗം കാലാകാലങ്ങളിലുള്ള അവർ ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ടുകൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫണ്ടുകളുടെ വിനിയോഗം വളരെ കുറവാണ്. പിന്നീട് അത് വകമാറ്റി ചിലവഴിക്കുകയാണ്. 2-3 വർഷങ്ങൾക്ക് ശേഷം ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ വന്ന ഫണ്ട് ചിലവാക്കാൻ പറ്റാത്തത് കൊണ്ട് ലാപ്സായി പോകുമെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു പേരും പറഞ്ഞുകൊണ്ട്, ലാപ്സ് എന്നൊരു ഓമന പേര് തന്നെയാണ് ഇട്ടുകൊണ്ട് അതിനെ വക മാറി മറ്റുള്ള കാര്യങ്ങൾക്ക് കൊണ്ട് ചെയ്യും. എന്തുകൊണ്ട് ഈ ഡിസാസ്റ്റർ ഫണ്ട് കൃത്യമായിട്ട് ആളുകളുടെ അടുത്ത് കൈ നീട്ടാൻ പോകുന്നതിൻ്റെ ഒരു കാര്യമില്ല. ഡിസാസ്റ്റർ ഫണ്ട് അത് കൃത്യമായിട്ട് ആ അഫക്റ്റഡ് പേഴ്സൺസിന് ഒരു തുകയായിട്ട് അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകും. തീർച്ചയായിട്ടും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഡിബേറ്റ് അവറിൽ നമ്മളുടെ മുൻ പഞ്ചായത്ത് സെക്രട്ടറി, സ്പെഷ്യൽ ഗ്രേഡ് പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്ന KS പ്രകാശ് ഈ ഒരു വിഷയം തന്നെ അവതരിപ്പിച്ചിരുന്നു. ഇന്ന് ചൂരൽമലയിലും ഈ പറയുന്ന മുണ്ടക്കയിലും ഒക്കെ ഷമീർ നേരിട്ട് കണ്ടതാണ് അല്ലേ? നേരിട്ട് അവരോടൊപ്പം സഞ്ചരിച്ച ഒരാളാണ്. ഈ ദുരന്തമുഖത്ത് നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്ത ഒരാളാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി വാടക വീട് അന്വേഷിക്കാൻ സർക്കാർ നടക്കുന്നുണ്ട്. അവരെ പുനരധിവസിപ്പിക്കാനായിട്ട് ഫ്ലാറ്റുകളും മറ്റുള്ള സംവിധാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവരുടെ ആഗ്രഹം എന്താണ്? അവർക്ക് ഈ പറയുന്ന ഒരു തുക കിട്ടുകയാണെങ്കിൽ അവർ സ്വന്തമായിട്ട് വസ്തു മേടിച്ച് വീട് വയ്ക്കാനുള്ളൊരു ഫണ്ട് നൽകാൻ പറ്റുമെന്നാണ് മുൻ സ്പെഷ്യൽ ബ്രാഞ്ച് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞത്. അല്ല, അതിലൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സർക്കാർ കണ്ടെത്തുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സുമനസ്സുകൾ കൊടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സമീപ പ്രദേശത്തുള്ള വീണ്ടും ഇതുപോലെ ദുരന്ത സാധ്യത ഉണ്ടാകാനുള്ള മേഖലയാണ്. ഇപ്പോൾ വയനാട്, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വയനാട് ഇപ്പോൾ കണ്ടെത്തിയിരിക്കണം. അത് ബേബി ചെമ്മണ്ണൂർ 100 വീട് വെക്കാനുള്ള സ്ഥലം അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റിൽ നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. അതും ഇതുപോലത്തെ ഒരു ഏരിയയിലാണ്. വീണ്ടും നാളെ അവിടെ ഒരു ദുരന്തം ഉണ്ടായിക്കൂടായില്ല. അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച മാതിരി ഈ ഡിസാസ്റ്റർ ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഏതിനായാലും അവർക്കൊരു ലംസം എമൗണ്ട് കൊടുത്താൽ അവരതും മേടിച്ചുകൊണ്ട് ഈ പ്രദേശത്തിന് തന്നെ മാറി സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് മാറി അവർ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കും. ഷമീർ, അപ്പം അവരെ സംബന്ധിച്ചിട്ട് ഇപ്പം ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിനകത്ത് നിന്നും ഒരു 50 ലക്ഷം
ഓരോരുത്തർക്കും നൽകാനുള്ള ഫണ്ട് ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതായത് 500 പേരാണ് 250 കോടി രൂപ വേണ്ടു അല്ലേ? അതിൽ കൂടുതൽ തുക ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിനകത്തും ഇപ്പോൾ എന്തായാലും സുമനസ്സിൽ നൽകിയിട്ടുള്ള ദുരിതാശ്വാസ നിധിയിലും ഉണ്ട്. ഇപ്പം കൊടുത്തിരിക്കുന്നത് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 5000, മുഖ്യമന്ത്രി ഫണ്ടിൽ നിന്ന് 5000, അങ്ങനെ 10,000 രൂപ കൊടുത്തിട്ടാണ് ഈ സാധുക്കളുടെ വേദന നിറഞ്ഞ കാലഘട്ടത്തിൽ അവർ അപമാനിച്ചിരിക്കുന്നത്. എന്താണ് അവരുടെ ആഗ്രഹം? എന്താണ് അവർക്ക്? ഫ്ലാറ്റാണോ വേണ്ടത്, അതോ ഈ പണം അവർക്ക് നൽകിയാൽ മതിയോ? ജയേഷ്, ഞാൻ ഈ ദുരന്തം നടക്കുമ്പോൾ ഏകദേശം ഒരു 7 മണിക്ക് തന്നെ ഞാൻ ഈ സ്ഥലത്ത് എത്തുകയും അവിടെ ആ ഹോസ്പിറ്റലിലേക്ക് മൃതശരീരങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് കണ്ട ഒരാളാണ് നേരിട്ട് ലൈവായിട്ട്. അപ്പോൾ നമ്മളത് കണ്ട സമയത്ത് ഏകദേശം ഒരു 50 പേരോളമേ അവിടെ എത്തിയിട്ടുള്ളായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ 100 കണക്കിന് ആളുകളെ അവിടെ മൃതശരീരം ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയും അവരുടെ വിലാപമായി അവരുടെ കണ്ണീര് കണ്ട് എൻ്റെ മനസ്സ് ആകെ വിഷമിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇപ്പോൾ അവർ ഈ ചൂരൽമല, ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലം, ഇതിനു മുമ്പ് ഒരു 4-5 വർഷത്തിന് മുമ്പ് നമുക്കറിയാം, ഏകദേശം പുത്തുമല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഉരുൾപൊട്ടുകയുണ്ടായി. പെട്ടിമുടി മുത്തുമല എന്ന സ്ഥലത്ത് ഉരുൾപൊട്ടുകയുണ്ടായി. ആ സമയത്ത് സർക്കാർ അനേകം വാഗ്ദാനങ്ങൾ ഇവർക്ക് കൊടുത്തിരുന്നു. നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാം ചെയ്തു തരാം, നിങ്ങൾക്കൊന്നും ചെയ്തു തരാഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് 100 കണക്കിന് ഭവനങ്ങൾ വെച്ച് കൊടുത്തു. പക്ഷേ ആ ഭവനങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെയധികം ചോർച്ച, എല്ലാ വീടുകളും ചോരുകയാണ്. അന്ന് അവർ കോൺട്രാക്ട് ബേസിൽ, അത് സർക്കാർ തന്നെ കോൺട്രാക്ട് ബേസിൽ ഓരോരുത്തർക്ക് കൊടുത്തു. പക്ഷേ ഇന്ന് അവരുടെ ആ ഭവനത്തിൽ നമ്മൾ ചെന്ന് നോക്കിയാൽ എല്ലാം ചോർന്നൊലിച്ച് വളരെ മോശമായ രീതിയിലാണ് അന്നത്തെ ആ വീട് പണി അവർ നടത്തി കൊടുത്തത്. ഇപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഞാൻ ചെന്നപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾക്ക് യാതൊരു കാരണവശാലും ഞങ്ങൾക്ക് വീട് നിങ്ങൾ നിർമ്മിച്ച് തരണ്ട, ഞങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന എത്ര ഫണ്ടാണോ അത് നിങ്ങൾ ആ ഫണ്ട് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരിക, ആ അക്കൗണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ല കോൺടാക്റ്റെ കൂടി ഞങ്ങൾ വീട് വെച്ചോളാം എന്നുള്ള രീതിയാണ്. അതിനുള്ളൊരു അവകാശം അവർക്ക് കൊടുക്കണം. എന്തായാലും നമ്മളിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുണ്ടക്കയിലും അതുപോലെ തന്നെ ചൂരൽമലയിലും ഒക്കെ നമ്മൾ പോകണം. അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മാത്രമല്ല, അവരോട് ഓരോരുത്തരോടും നേരിട്ട് സംവേദിച്ചുകൊണ്ട് അവർക്ക് എന്താണ് ഇനിയുള്ള ഈ ഒരു വലിയൊരു അശ്വനിപാതം പോലെ ഏറ്റ ഈ ഒരു വിധി വൈപരീത്യം എന്ന് തന്നെ പറയാം. ഇങ്ങനൊരു സാഹചര്യത്തിൽ അമ്മമാർ നഷ്ടപ്പെട്ട മക്കൾമാർ നഷ്ടപ്പെട്ട അമ്മമാരൊക്കെ ഉണ്ട്. അവരെ ഈ ഒരു ദുരന്ത മുഖത്തുനിന്ന് എങ്ങനെ നമുക്ക് കരകയറ്റാൻ പറ്റും എന്നുള്ളൊരു ചിന്തയാണ് നമുക്കുള്ളത്. എന്തായാലും കൺഗ്രാജുലേഷൻസ്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ രാവും പകലും അല്ലേ സ്വന്തം ജീവിതം മറന്നിട്ടാണ് ഷമീർ ദുരന്ത മുഖത്ത് ഞങ്ങളോടൊപ്പം അല്ലെങ്കിൽ മലനാട് ടിവിയോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവിധമായിട്ടുള്ള പടച്ച തമ്പുരാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഷമീറിനുണ്ടാകും. കാരണം അത്രത്തോളം മനോഹരമായിട്ടാണ് ഷമീർ ഇതിനകത്ത് ഇടപെട്ടത്. പ്രധാനമായിട്ടും ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ മാനസികമായിട്ടുള്ള ഒരു ഇടപെടൽ, അതായത് സൈക്കോളജിസ്റ്റിൻ്റെ ഒരു ഇടപെടൽ ഇവർക്ക് ആവശ്യമാണ് അല്ലേ? എല്ലാം ഇന്ന് വരെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു കലാകാരുടെയോ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ എല്ലാം തകർന്നിരിക്കുന്ന 2 പേരൻസ് നഷ്ടപ്പെട്ട മക്കളൊക്കെ പെട്ടെന്നൊരു ശബ്ദം കേട്ടപ്പോൾ ഞെട്ടുന്നു എന്നാണ് പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ അവരാരുടെ മുഖത്ത് നോക്കുന്നില്ല, അപരിചിതരാണ് എല്ലാവരും. അവിടെ ഷമീറും നമ്മളുടെ പാലക്കാട് ബ്യൂറോ ചീഫ് മനുവും കൂടെ പോയി അവർക്ക് ആഹാരങ്ങളും വസ്ത്രങ്ങളും ഒക്കെ നൽകുകയും അതിനോടൊപ്പം തന്നെ അവരെ പാട്ടുപാടി സന്തോഷിപ്പിച്ചിട്ടാണ് മടങ്ങിയത് അല്ലേ? അതെ. ഞാനവിടെ ചെന്ന സമയത്ത് അവിടുത്തെ അമ്മമാരും അവിടെ ഈ എല്ലാം നഷ്ടപ്പെട്ട വീടുകൾ നഷ്ടപ്പെട്ടു, അവരുടെ കയ്യിലുള്ള സ്വത്ത് സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് അവരുടെ ആ മനോവേദന കണ്ടപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. അപ്പോൾ 99ഓളം മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾ, ചെറിയ കുട്ടികൾ, 10 വയസ്സ്, 12 വയസ്സ്, 13 വയസ്സ്, 8 വയസ്സ്, 4 വയസ്സുള്ള കുട്ടികളെ അവർ അങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഹൃദയം പൊട്ടിപ്പോവും. അപ്പോൾ അവർ ചെറിയ ചെറിയ ശബ്ദങ്ങൾ വരുമ്പോൾ അവർ ഭയാനകമായിട്ട് ആരോടും മിണ്ടാറില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പാലക്കാട് നിന്നും മനു എന്ന് പറഞ്ഞൊരു സഹോദരനും ഞാൻ മലനാട് നമ്മുടെ റിപ്പോർട്ടർ പാലക്കാട് മനു റിപ്പോർട്ടർ ഞങ്ങളെല്ലാം കൂടെ ഈ സ്കൂളിൽ ചെല്ലുകയും അദ്ദേഹം ഇവരുടെ കണ്ണീര് കണ്ടുകൊണ്ട് അദ്ദേഹം ഒരു ഗാനം ആലപിക്കണമെന്നുള്ള രീതിയിൽ കുട്ടികളെല്ലാം വിളിച്ചു വരുത്തി. അവിടെ ഞങ്ങളൊരു ഗാനം ആലപിച്ചപ്പോൾ കുട്ടികൾ വളരെ സന്തുഷ്ടരായി, ഭയങ്കര ഞങ്ങളുടെ ഒപ്പം കൈയടിച്ച് അവർ പാടുകയും അവർക്ക് വളരെയധികം സന്തോഷം അവിടെ നൽകുകയും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ അതിനുപരി അവിടുത്തെ സങ്കടങ്ങൾ നമ്മൾ കണ്ടറിയേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും. എന്തായാലും ഇപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും അവർക്ക് ഒരു സഹായം, അവർക്കൊരു പിന്തുണ നൽകേണ്ട സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ മലനാട് ടിവിയുടെ അന്വേഷണമാണ് ഇപ്പോൾ കടന്നു വരുന്നത്. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന വേറിട്ടൊരു റിപ്പോർട്ടിംഗാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവരുടെ ആ സർവൈവലിന് വേണ്ടി, അവരുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി, പുനരധിവാസത്തിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, ഇതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. നമുക്ക് ചൂരൽമലയിലേക്കും മുണ്ടക്കയിലേക്കും മടങ്ങാം. ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കൈ ചൂരൽമലയിലുള്ള നമ്മുടെ ബെയിലി പാലത്തിലാണ്. ഇതിന് മുമ്പിൽ നമുക്ക് കാണാം, അങ്ങ് ദൂരെ ആ ഒരു മലയുടെ മുകളിൽ നിന്നാണ് ആദ്യമായിട്ട് പൊട്ടി ഈ ഒരു ഉരുൾപൊട്ടലുണ്ടാകുന്നത്. വലിയ പാറക്കെട്ടുകൾ നമുക്ക് കാണാം. ഇന്നും ഇവിടെ നിന്നും തത്സമയം സംപ്രേഷണം ചെയ്യുന്ന ക്യാമറകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാ ചാനലുകളുടെയും പ്രാദേശിക ലേഖകർ ഇവിടെയുണ്ട്.
ഇന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണുമ്പം അടിത്തറ പോലും മാറിപ്പോയിട്ടുള്ള ക്ഷേത്രങ്ങൾ, അതുപോലെ തന്നെ സ്കൂളുകൾ, വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇനിയും ഈ മണ്ണിനടിയിൽ മൃതദേഹങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ നിർത്തി വച്ചിരിക്കുന്നു. ഇവിടെ നിന്നും ഡിസാസ്റ്റർ DNRയുടെ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുത്തെ ഇന്ന് അധികാരികളായിട്ട് ഇവിടെ കുറച്ച് പേര് എത്തുന്നുണ്ട്. അവരുമായിട്ടുള്ള നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. പ്രേക്ഷകർ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂരൽമലയിൽ നിന്നുള്ള തെരച്ചിലുകൾ ഏതാണ്ട് അവസാനിച്ച ഘട്ടത്തിലുള്ളൊരു രീതിയാണ്. ഈ കാണുന്ന വലിയ പാറക്കഷ്ണങ്ങൾ, കാണുന്ന വലിയ പാറക്കഷ്ണങ്ങളാണ് ആ വെള്ളപ്പാച്ചിൽ കുത്തിയൊലിച്ച് വന്നത്. അതാണ് ഈ പ്രദേശത്തെ മുഴുവൻ ഇടിച്ചു മറിച്ച് പോയത്. ഒരു പാലം കൂടി നഷ്ടപ്പെട്ടു പോയി. ഇതാണ് എൻ്റെ മുന്നിൽ കാണുന്ന ഈ വിദ്യാലയമാണ്. കുരുന്നുകൾക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് വിദ്യാലയത്തിൻ്റെ അവസ്ഥയാണ് കാണുന്നത്. അന്ന് റെസ്ക്യൂ ക്യാമ്പ് നേരത്തെ ഒരു ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് ഉണ്ടായപ്പോൾ പ്രവർത്തിച്ചുകൊണ്ട് റെസ്ക്യൂ ക്യാമ്പാണ്. ആ ക്യാമ്പിലുണ്ടായിരുന്ന ആളുകൾ എത്രയാണ്, അതിഥി തൊഴിലാളികൾ എത്രയാണെന്നുള്ള കൃത്യമായ കണക്കുകൾ ഇതുവരെയും ഗവൺമെൻറ്റിൻ്റെ കയ്യിലെത്തിയിട്ടില്ല. ഇനിയും ഒത്തിരി ആളുകളെ ഈ ദുരന്തഭൂമിയിൽ നിന്ന് കണ്ടെത്തേണ്ടതുണ്ട്. തെരച്ചിലുകൾ ഏതാണ്ട് അവസാനിച്ച മട്ടത്തിലാണ്. ഞാനിപ്പോൾ ഉള്ളത് മുണ്ടക്കൈക്ക് താഴെ ചൂരൽമലയിലാണ്. ചൂരൽമലയിൽ ഉരുൾപൊട്ടലിൻ്റെ ഏറ്റവും കൂടുതൽ തീവ്ര പ്രഭാവം ഏറ്റ സ്ഥലങ്ങളിലാണ് ഉള്ളത്. ഇത് നമുക്കറിയാം, കേരള ഫയർഫോഴ്സിൻ്റെ സിവിൽ ഡിഫൻസ് അംഗങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ TV ചാനലുകൾ ഇവിടെ വന്ന് വാർത്തയെടുക്കുമ്പോൾ ഇവരെ കാണിക്കാറുണ്ട്. ഇവർ ഈ വടിയും കുത്തി ഇങ്ങനെ കടന്നു പോകുന്നതും ഇവർ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതും. ഫയർഫോഴ്സിൻ്റെ 4000 പേര് മാത്രമാണ് കേരള ഫയർഫോഴ്സിന് അംഗങ്ങളായുള്ളത്. സിവിൽ ഡിഫൻസ് അതിലേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? 3500-ലധികം പേര് സിവിൽ ഡിഫൻസിലുമുണ്ട്. അപ്പം ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. കാരണം ഇവരെങ്ങനെ പ്രവർത്തിക്കുന്നു, ഇവരെന്താണ് ചെയ്യുന്നത്? ഇതൊരു വോളണ്ടറി സർവീസാണോ? ഇത് പൂർണ്ണമായിട്ടും വോളണ്ടിയർ സർവീസാണ്. ഞങ്ങൾ ഇതുപോലെ ദുരന്തമംഗങ്ങളിൽ ഞങ്ങളുടെ മനസ്സുകൊണ്ട് തന്നെ സർക്കാർ ഇങ്ങനെ ഒരു സംഘടന രൂപീകരിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഞങ്ങൾ മനസ്സുകൊണ്ട് തന്നെ ഞങ്ങൾ അംഗങ്ങളായതാണ്. അപ്പോൾ ഒരു വ്യക്തി അവധിപ്പെട്ട് കിടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ നമ്മുടെ സഹോദരൻ്റെ ഒരു കണ്ണീര് കണ്ടില്ല എന്നടിക്കാൻ ഞങ്ങളെ ഇവർക്ക് പറ്റത്തില്ല. അപ്പോൾ ആ മനസ്സിൽ ആ ഒരു അഗ്നി കിടക്കുന്നുണ്ട്. ഞങ്ങൾ ഈ സർവീസ് ഇറങ്ങിയത്, ഞങ്ങൾ വരുന്നതും പോകുന്നതും എല്ലാം തന്നെ ഞങ്ങളുടെ സ്വന്തം നിലയ്ക്കാണ് വരുന്നത്. ഞങ്ങൾ സ്വന്തം നിലയ്ക്ക് സർവീസ് ചെയ്യുന്നു. നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചെയ്തു കൊടുക്കുന്നു. ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഇതിലേക്ക് പോകുന്നു. ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾ ഓരോ ജോലികൾ ചെയ്യുന്നവരാണ്. ആ ജോലി കൊണ്ടാണ് ഉപജീവനമാർഗ്ഗം. ഉപജീവനമാർഗ്ഗം ഞങ്ങൾ സ്വന്തമായി ജോലിക്കോ ഞങ്ങളുടെ ഉപജീവനം നടക്കും. ഇങ്ങനെയുള്ള സർവീസ് എല്ലാ ദിവസവും ഉണ്ടോ? ഇതുപോലെ ദുരന്തമുഖങ്ങളിലും അതുപോലെ കഴിഞ്ഞ കൊറോണ കാലത്തും ഞങ്ങൾ സജീവമായിട്ട് കേരളത്തിലെ മൊത്തം ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കൊറോണ സർവീസിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എവിടെയാണ് ഇപ്പോൾ സ്ഥലം? ഞങ്ങൾ ചെങ്ങന്നൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ചെങ്ങന്നൂരിൽ നിന്ന് ഞങ്ങൾ 7-8 പേരോളം ഉണ്ട്. അപ്പം ഞാൻ സ്കൂൾ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നു. അതേപോലെ ഒരു കലാകാരനാണ്. അതുകൂടാതെ ഞാൻ ഈ ഇന്ത്യൻ ആർമി ഒക്കെ നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, കളരിപ്പയറ്റ് പോലെയുള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിനകത്ത് പ്രവർത്തിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മുടെ സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നറിഞ്ഞ് ഞങ്ങൾ സ്വയമേ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും ഞങ്ങൾ സ്വന്തമായിട്ട് റിസ്ക് എടുത്താണ് വന്നത്. അപ്പം ഇനിയിപ്പം ഇന്നും കൂടെ ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പം ഇനിയും കുറേ നാളുകൾക്ക് ശേഷം ഇവിടെയൊക്കെ ഒന്ന് നോക്കണമെന്ന് ഇപ്പം പറഞ്ഞിട്ട് പോവാണ്. തീർച്ചയായിട്ടും. എന്തായാലും നിങ്ങളുടെ പോക്കറ്റിലുള്ള പൈസ മുടക്കണം ഇങ്ങോട്ടുള്ള യാത്രാക്കൂലി അടക്കം കൊണ്ടുവരും. തീർച്ചയായിട്ടും ഞങ്ങളുടെ പോക്കറ്റിലെ പൈസ കൊണ്ടാണ് ഞങ്ങളിവിടെ ഇതുവരെയും ഞങ്ങൾ ഭക്ഷണം ഇവിടെയൊക്കെ തരുന്നുണ്ട്. എങ്കിൽ തന്നെയും ഞങ്ങളുടെ യാത്രാ ചിലവൊക്കെ ഞങ്ങൾ പോക്കറ്റിൽ നിന്നാണ്. തീർച്ചയായും. എന്തായാലും സർക്കാരും നമ്മളും എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഇത്തരം ആളുകളെയാണ് ഇവിടെ ഒരുപാട് പേരുടെ ഈ ഒരു ഇടപെടൽ നമ്മൾ കണ്ടു. നമ്മുടെ ക്യാമറയ്ക്ക് കണ്ണുകൾക്ക് മുമ്പിൽ ഒരുപാട് പേർ അവർക്ക് യാതൊരുവിധ ഫലച്ചയുമില്ലാതെ, യാതൊരു വിധത്തിലുമുള്ള ധന സ്രോതസ്സിനെ കുറിച്ചും ചിന്തിക്കാതെ നിഷ്കാമകർമ്മരായിട്ട് ജോലി ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ളവരെയാണ് നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ടത്. ഇതൊരു അധ്യാപകനാണ്. അങ്ങയുടെ ജോലി? ഞാനൊരു എക്സ് സർവീസുകാരനാണ്. അതിൻ്റെ തീവ്രത ആ ഒരു അഗ്നിയുടെ ആളിക്കത്തലാണ് ഇവിടെ എത്തിച്ചത്. നിങ്ങളുടെ പേര്? എൻ്റെ പേര് ജെയിംസ്, മാന്നാർ ചെങ്ങന്നൂർ. എന്താണ് ജോലി? ഞാനിപ്പോൾ സോഷ്യൽ വർക്ക് ചെയ്യാം. സോഷ്യൽ വർക്ക് മാത്രമാണോ? അതെ. ചേട്ടൻ്റെ പേര്? എൻ്റെ രാജീവ്. ഞാനും മാന്നാർ സ്വദേശിയാണ്. മാന്നാറാണ്. എൻ്റെ പേര് ശ്യാം. എവിടെ സ്ഥലം? മാന്നാർ. 3 പേര് മാന്നാർ പ്രദേശത്തു നിന്നാണ് ഇവിടേക്ക് എത്തിയത്. എന്തായാലും നിങ്ങൾക്ക് ഞങ്ങൾ മറ്റൊരു കാര്യം കൂടി ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ ജീവകാരുണ്യ വാർത്താ ചാനലാണ് മലനാട് TV. നിങ്ങൾക്ക് ഞങ്ങളുടെ ജേർണലിസ്റ്റുകളോട് ആകാനുള്ളൊരു അവസരം തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സിറ്റിസൺ ജേർണലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് ID കാർഡ് അടക്കം നിങ്ങൾക്ക് തരും. അത് മാത്രമല്ല, സർക്കാരിനോട് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ 1034 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് ഓരോ സിറ്റിസൺ ജേർണലിസ്റ്റുകളെ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഉപജീവനമാർഗ്ഗം ഇതാകണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ട്. അതിനോട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം ആളുകൾക്ക് അവർ നമുക്ക് വേണ്ടി, സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ
പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അവരുടെ ജീവിതം ഒരിക്കലും ദുഃഖങ്ങൾ നിറഞ്ഞതാകരുത്, ദുരിതങ്ങൾ നിറഞ്ഞതാകരുത്. അവരെ പരിഗണിക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മളുടെ ഏത് ഏജൻസിയാണോ ഇത് ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എടുക്കേണ്ടത്. നിയമനിർമ്മാണ സഭയിൽ ഈ പറയുന്ന സിവിൽ ഡിഫൻസിന് ഒരു പ്രത്യേക ഒരു സഹായം, നിങ്ങളുടെ ഒരു ഓണറേറിയം നിങ്ങൾ നൽകണമെന്നാണ് മലനാട് TV അഭ്യർത്ഥിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുണ്ടക്കയിലും ഈ പറയുന്ന നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ നിരവധി സാമൂഹ്യ സന്നദ്ധ സേവന പ്രവർത്തകരുടെ ഇടപെടൽ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് റോഡ് ആക്സിഡൻറ്റ് ആക്ഷൻ ഫോറമാണ്. അതിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പേഴ്സ് ഇന്ന് ചൂരൽമല സന്ദർശിച്ചിരിക്കുകയാണ്. റോഡ് ആക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും ഒരു സഹജീവി നമ്മുടെ മുമ്പിൽ പിടഞ്ഞ് മരിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ അപകടം പറ്റി കിടന്നത് കാണുമ്പോൾ അവിടെ വണ്ടി നിർത്താതെ അല്ലെങ്കിൽ വണ്ടിക്കുള്ളിലുള്ള നമ്മുടെ ടവലുകൾ രക്തക്കറയാകുമെന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാർ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്, മലനാട് TV തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ റോഡ് ആക്സിഡൻറ്റിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു സമൂഹം എല്ലാ കൈയും മെയ്യും മറന്ന് ഇറങ്ങുകയാണ് അല്ലേ? ഇവിടെ എത്ര പേരുണ്ട് ഇപ്പം നിങ്ങളുടെ കൂടെ ഈ ഒരു സമൂഹത്തിൽ? ഞങ്ങളിപ്പോൾ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ ഒരു ആയിരക്കണക്കിന് ആളുള്ള കമ്മിറ്റിയാണ്. അതേ സ്ഥാനത്ത് ഇപ്പോൾ ഞങ്ങളിപ്പോൾ വന്നത് ഏതാണ്ട് ഒരു 15 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ മുമ്പ് ഞങ്ങൾ വരാൻ ഉദ്ദേശിച്ചായിരുന്നു. അതിന് കാര്യമായിട്ടൊന്ന് പറയാനുള്ളത്, 2019 ഇവിടെ ഒരു പുത്തുമല ഉരുൾപൊട്ടിയിരുന്നു. 17 ആൾ മരിച്ചിട്ടു. അന്നത്തെ സങ്കടം സഹിക്കാൻ പറ്റാത്ത ആൾക്കാരെ. ഇത് 430 വീടും പോയി, കാണാനുണ്ട്, ഇനി ഒക്കെ കിട്ടിയിട്ടില്ല. കിട്ടി തന്നെ മലപ്പുറം പോത്തുകല്ല് മറ്റേ നിലമ്പൂരൊക്കെ വെച്ചിട്ടാണ്, ചാലിയാർ പുഴയിലൊക്കെ വെച്ചിട്ട് ഓരോരോ പാർട്സുകളാണ് കിട്ടി. കൈ വേറെ, കാല് വേറെ, കണ്ണ് വേറെ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ സമാനതകളില്ലാത്തൊരു ഏറ്റവും വലിയ ദുരന്തം ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് പ്രധാനമന്ത്രി ചെയ്യുമെന്നറിയില്ല. ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം. കാരണം ഇന്ത്യ കണ്ട ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു ദുരന്തമായിട്ട് മാറിയിട്ടുണ്ട്. ചെറിയ മക്കൾക്ക് അച്ഛനില്ല, അമ്മ ഇല്ലാതായിപ്പോയി, ആരും ഇല്ലാതായിപ്പോയി. ഒരു കുട്ടി ചോദിച്ച് എന്നെന്തിനാ ബാക്കി നിർത്തി, എനിക്ക് ആരുമില്ല, ഇരുട്ടിൽക്കാണ് ഞാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഹൃദയമുള്ളവൻ കരഞ്ഞു പോകുന്ന ഒരു വിഷയമാണത്. അതായിരുന്നാലും ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങളൊരു കോൺട്രിബ്യൂഷൻ എന്താണോ ഞങ്ങളത് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അത് ഏതായാലും ഇവർക്ക് ആവശ്യമുള്ളത് മാത്രം. കുറേ ഭക്ഷണങ്ങളുള്ളപ്പം ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുക എന്നല്ല ഞങ്ങളുടെ ഉദ്ദേശം. അർഹതപ്പെട്ടവർക്ക് ഇത് കൊടുക്കുക. ഞങ്ങൾ പരലോകത്ത് മാത്രം പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനം എന്ന് പറയാറില്ലേ, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അല്ലാണ്ട് ഒരു ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ ഇത് കൊട്ടിഘോഷിക്കാമെന്നല്ല. ഇനി ബാക്കി അബ്ദു സാർ പറയൂ, സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദു സാർ. റോഡ് അപകടങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിനാവശ്യമായ കർമ്മപരിപാടികളാണ് ഞങ്ങൾ നടത്തി വരുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു റോഡ് അപകടങ്ങളിൽ പെട്ടവരെ ഒരാളെ രക്ഷപ്പെടുത്തി അയാളെ കൊണ്ട് ആശുപത്രിയിൽ വരുമ്പോൾ അയാൾക്കെതിരെ നിയമ നടപടി നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ നിയമങ്ങളൊക്കെ മാറ്റി അവർക്ക് പാരിതോഷികം കൂടെ കൊടുക്കുന്ന ഒരു സഹായങ്ങളിലേക്ക് സംവിധാനങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടിയിട്ടുണ്ട്? തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ 30 വർഷക്കാലമായി കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്ന ഒരു ജീവകാരുണ്യ സംഘടനയാണ് റാഫ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ ദുരന്തം സംഭവിച്ചപ്പോൾ എല്ലാ ദുരന്ത മേഖലകളിലും ഞങ്ങൾ എത്താറുണ്ട്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം അല്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ സമയപരിമിതി ഉണ്ട്, ഇവിടുന്ന് അരമണിക്കൂർ മാത്രമാണ് നമ്മുടെ പ്രോഗ്രാമുള്ളത്. അപ്പോൾ എന്തായാലും മലനാട് TV എന്ന് പറയുന്നത് ഇന്ത്യയിലെ മാത്രമല്ല ലോകത്ത് തന്നെ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒന്നിൻ്റെയും അകമ്പടിയില്ലാതെ ജീവകാരുണ്യം ചെയ്യുന്നതുകൊണ്ട് ഒരു ഗ്രൂപ്പ് ചെയ്യുന്ന ഒരു ചാനലാണ്, വാർത്താ ചാനലാണ്. MNTV ന്യൂസ് മലയാളം എന്നടിച്ചാൽ നിങ്ങൾക്ക് മലയാളം വേർഷൻ കിട്ടും. ബാംഗ്ലൂർ ബേസ്ഡാണ്. ഇന്ന് ഒരുപാട് പേർ മലനാട് TVയുടെ റിപ്പോർട്ടർ എന്നുള്ള നിലയിലേക്ക് വോളണ്ടറി റിപ്പോർട്ടറായിട്ട് സിറ്റിസൺ ജേർണലിസ്റ്റായിട്ട് കടന്നു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ എല്ലാവരും നിങ്ങൾ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ കണ്ടൻറ്റാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങളുടെ ഒരു പാർട്ടായിട്ട് മാറണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. മലനാട് TVയുടെ ജേർണലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഒരു സിറ്റിസൺ ജേർണലിസ്റ്റിന് ഇനി സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സമൂഹത്തിൻ്റെ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നിൽക്കുന്നത് ചൂരൽമല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഏകദേശം ഈ സംഭവം നടക്കുന്നതിൻ്റെ അന്ന് തന്നെ ഞാൻ ഇവിടെ എത്തുകയും ഇവിടുത്തെ വാർത്ത എടുത്ത് വിടുകയും ചെയ്ത ആളാണ്. സാഹോദര്യത്തിൻ്റെ ഐക്യത്തിൻ്റെയൊക്കെ കൂടെ ജീവിച്ച ഒരു ഒത്തൊരുമയുള്ളൊരു നാടായിരുന്നു ഈ ചൂരൽമല, ഈ മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലം. സമാധാനപരമായിട്ട് ജീവിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ജീവിച്ച് ഇവരെല്ലാം ഇതാ ഇന്ന് മണ്ണോട് മൺമറഞ്ഞിരിക്കുകയാണ്. ഈ ഗ്രാമം എന്ന് പറഞ്ഞാൽ ജാതി മതഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് അത്രയും സംഘടിതമായിട്ട് ജീവിക്കുന്ന ഒരു കൊച്ചു ഗ്രാമമായിരുന്നു. ഇന്ന് ആ ഗ്രാമത്തിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എന്ത് ചെയ്യാനാണ്? ഇതാണ് ഉരുൾ പൊട്ടിയ ചൂരൽമല. ഇനി നമ്മൾ പോകുന്നത് മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതൊരു ചെറിയ അപായ സൂചന നടന്ന സ്ഥലമാണ്. യഥാർത്ഥത്തിൽ ഇനി വലിയൊരു ഇത് നടക്കാൻ പോകുന്നത് മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒന്നുമില്ല, നാമവിശേഷം എല്ലാം നാമാവശേഷമായി. കണ്ടില്ലേ, ഇവിടുത്തെ സ്കൂളുകൾ, കെട്ടിടങ്ങൾ എല്ലാം പക്ഷേ തകർന്ന് മണ്ണോട് മണ്ണായി ചേർന്ന് കിടക്കുകയാണ്. കണ്ടില്ലേ, കൂറ്റൻ കല്ലുകൾ, ഒരു ലക്ഷം ടണ്ണ് 2 ലക്ഷം ടണ്ണ് ഭാരമുള്ള വലിയ പാറക്കൂലകളാണ് ആ മലയിൽ നിന്നും ഒലിച്ച് ഇവിടേക്ക് ഇറങ്ങിയതും. ഭയങ്കര വലിയ ഭയാനകമായ ഒരു പ്രളയത്തെ പോലെ തന്നെയാണ് ഈ ഒരു ഉരുൾപൊട്ടൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ അതിഭീകരമായി, ഇതൊരു ചെറിയ സ്ഥലമാണ്, ഈ ഉരുൾപൊട്ടലിൽ ചെറിയതായി സംഭവിച്ചൊരു സ്ഥലം മാത്രം.
മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്താണ് ഭയാനകമായി ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിച്ച ഒരു സ്ഥലമാണ് മുണ്ടക്കൈ. അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ മലനാട് TV പോകുന്നത്. ഞങ്ങൾ മലനാട് TV ഇവിടെ വരികയും വാർത്ത എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തത്സമയ സംപ്രേഷണമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു അവസ്ഥ എല്ലാ കണ്ടില്ലേ, എല്ലാം മണ്ണ് മറഞ്ഞിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. ഇപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഞാനിതിൽ ആദ്യം മുതലേ തുടക്കം മുതലേ ഇവിടെ ഉള്ള ഒരാളാണ്. വയനാട് ജില്ലയിൽ ഞാനിപ്പം ഈ മുണ്ടക്കൈയും ഈ ചൂരൽമലയും എല്ലാം ഞാൻ റിപ്പോർട്ട് വാർത്ത എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലനാട് TVയുടെ ജയേഷ് ഇപ്പോൾ ഇന്നലെ തന്നെ അവിടുന്ന് അവർക്ക് വേണ്ട സഹായകമായിട്ടാണ് അവിടുന്ന് തിരിച്ചിവിടെ എത്തിയിട്ടുള്ളത്. ആളുകൾക്ക് വേണ്ട എല്ലാ ഭക്ഷണത്തിനുള്ള കാര്യങ്ങളും കിറ്റുകളും എല്ലാം ജയേഷ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ സേവനം തുടർന്നും വയനാട് ജില്ലയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു റിപ്പോർട്ട് കൂടിയാണ് ഞാൻ ചുണ്ടയിൽ നിന്ന് ഷമീർ, വയനാട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയിലെ ഒരു ക്ഷേത്ര സമുച്ചയത്തിന് മുമ്പിലാണ്. അടിത്തറ പോലും അവശേഷിക്കാതെ കടന്നുപോയ ഉരുൾപൊട്ടലിൻ്റെ മഹാദുരന്തം ഈ ക്ഷേത്രത്തെയും കവർന്നെടുത്തിട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ ജീവിക്കുന്ന അല്ലെങ്കിൽ നിൻ്റെ അടുത്ത് നിൽക്കുന്നവൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ കാണാത്ത സമൂഹമാണ് ഇപ്പോൾ കടന്നു വന്നത്. അവിടെയാണ് മാനവ സേവയാണ് മാധവ സേവ എന്ന് തിരിച്ചറിഞ്ഞ ഇസ്കോൺ ഒരു ഗ്രൂപ്പിലെ ആൾക്കാരാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇസ്കോൺ നമുക്കറിയാം ഗ്ലോബലായിട്ടുള്ളൊരു വലിയ ജീവകാരുണ്യ സംഘടനയാണ്, ആത്മീയ സംഘടനയാണ്. ഇസ്കോണിൻ്റെ ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ പ്രവർത്തിക്കുന്നവർക്കും ഇനിയും ഇവിടെ അവശേഷിക്കുന്നവർക്കും ദിനം പ്രതി 1000-ഓളം ആളുകൾക്ക് അന്നദാനം നൽകുക എന്നുള്ളൊരു മഹത്തായ ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് അവരെ പരിചയപ്പെടാം. സ്വാമിയുടെ പേര് ഉദയാനന്ദ വാസുദേവദാസ്. ഞങ്ങൾ 1.5 ആഴ്ചയായി ഇവിടെ എത്തിയിട്ട് ഇസ്കോൺ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി തിരുവനന്തപുരത്തിന് ബേസ് ചെയ്താണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ സ്ഥാപക ആചാര്യൻ AC വ്യക്തിപരാനന്ദ സ്വാമി ശ്രീല പ്രഭുപാദാണ് ഇതിൻ്റെ സ്ഥാപക ആചാര്യൻ. ഇത് ജഗസാക്ഷി പ്രഭുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ്, അദ്ദേഹമാണ് ഈ കേരളത്തിൻ്റെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആൾ. അദ്ദേഹം സന്യാസിയാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ 1.5 ആഴ്ചയായിട്ട് ഇവിടെ വന്ന്. ആദ്യം നമുക്ക് ഇവിടെ അനുവാദം കിട്ടിയെങ്കിലും നമ്മളിവിടെ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകേണ്ടി വന്നു. പിന്നെ നമ്മൾ അതിന് അംഗീകാരം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു പോയി. വീണ്ടും അതിന് നമുക്ക് പ്രസാദ സേവയ്ക്കുള്ള അവസരം കിട്ടി. നമ്മൾ തിരിച്ചു വന്നു. ഏതാണ്ട് 10,000-ഓളം പേർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഉച്ചഭക്ഷണം പ്രസാദം കൊടുക്കുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് വളരെ കരുത്തായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ നാട്ടുകാരൊക്കെ നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തായിരുന്നു. നമ്മളിപ്പോൾ 5 പേരാണ് നമ്മളിവിടെ വന്നെങ്കിലും നമ്മൾ 20-25 പ്രദേശവാസികൾ നമ്മളെ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് ഈ മഹത്തായ സംഭവം ചെയ്യാൻ പറ്റിയത്. ഇല്ലെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. തീർച്ചയായിട്ടും എന്തായാലും വളരെ സന്തോഷം. കാരണം ആത്മീയത എന്ന് പറയുന്നതിനപ്പുറം മാനവ സേവ തന്നെയാണ് മാധവ സേവ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇസ്കോണിൻ്റെ പ്രതിനിധികളോട് നിൽക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം. നിങ്ങളുടെ സേവന പ്രവർത്തനങ്ങൾ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ഇസ്കോണിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? കാരണം ആത്മീയ തലങ്ങളിലേക്ക് യുവാക്കൾ വരിക വളരെ റെയറാണ്. തീർച്ചയായിട്ടും. അല്ല, അവർ എന്താണെന്ന് വെച്ചാൽ അവരൊരു എനർജിയാണ് നമുക്ക്. നമ്മളിപ്പം നമ്മുടെ ഒരുപാട് വർഷത്തെ പരിചയം കൊണ്ട്, പക്ഷേ നമ്മൾ പുതിയ തലമുറ ഇതിലേക്ക് വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം ആത്മീയതയിൽ ഈ പുതിയ തലമുറ വരാൻ വലിയ പാടാണ്. അവരുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നാവിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് അവർ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. വളരെ സന്തോഷം. ഹാറ്റ്സ് ഓഫ് യു ഓൾ. എന്തായാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയ്ക്കടുത്തുള്ള പോളിടെക്നിക്കിലാണ്. ഇവിടെ നമ്മൾ പലപ്പോഴും ദുരന്തമുഖത്തുള്ള പ്രത്യക്ഷത്തിൽ നടക്കുന്ന സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് മാത്രമാണ് പലപ്പോഴും ചർച്ച ചെയ്യാറുള്ളത്. ഇങ്ങനൊരു ദുരന്തമുഖത്ത് നേരിട്ട് പ്രത്യക്ഷത്തിൽ സംഘടിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവർക്ക് സഹായമേകൊണ്ട് പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, സേവന പ്രവർത്തനം. അതിലൊന്നാണ് ഇപ്പോൾ ഈ പോളിടെക്നിക്കിൽ സജ്ജീകരിച്ചിരിക്കുന്ന താൽക്കാലിക റെസ്റ്റോറൻ്റാണിത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനാണ് ഇന്നത്തെ ഇവിടുത്തെ നമ്മുടെ സേവന പ്രവർത്തനങ്ങൾക്ക് എത്തുന്നുള്ള നമ്മുടെ ഫോഴ്സിൻ്റെ, പോലീസിൻ്റെ ആയാലും ഫയർഫോഴ്സിൻ്റെ ആയാലും മറ്റ് സന്നദ്ധ പ്രവർത്തകർക്കുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി അനീഷ് ബി നായർ എന്നോടൊപ്പം ചേരുന്നു. നമസ്കാരം. വളരെ വലിയൊരു പുണ്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇന്ന് നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ ഒന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ നമ്മുടെ സഹജീവികൾക്കൊരു വലിയ ആപത്ത് വന്നപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട് അല്ലേ, ഓടി വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മാധ്യമപ്രവർത്തകരാരും ഇത്തരം ഒരുപാട് സേവനങ്ങളെ കണ്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് പോലീസ് സൂപ്രണ്ട് ജോയി മാത്യു സാറാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് സൂചിപ്പിച്ചത്. നിങ്ങൾ മറ്റുള്ള സേവന പ്രവർത്തനങ്ങൾ കൂടി ഹൈലൈറ്റ് ചെയ്യണം, അവരെയും കൂടി അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ശരിക്കും നിങ്ങളെ അപ്രീഷിയേറ്റ് തന്നെ ചോദിക്കട്ടെ, ഇവിടെ എന്തൊക്കെയാണ് നിങ്ങൾ നടത്തുന്ന സേവന പ്രവർത്തനം? എത്രത്തോളം പേർക്ക് പെർ ഡേ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്? ഞങ്ങളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം 13,000-ലധികം ആളുകൾക്കാണ് കൊടുക്കുന്നത്. 13,000-ലധികം ആളുകളും സേനാ വിഭാഗങ്ങളാണ്. പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയിട്ടുള്ള സേനാ വിഭാഗങ്ങൾ. റെസ്ക്യൂവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നവർ എന്നുള്ള നിലയ്ക്കാണ് അവർക്ക് ഭക്ഷണം നൽകുന്നത്. ജില്ലാ ഭരണകൂടം ഞങ്ങളെ സഹായിച്ചുകൊണ്ട് നേതൃത്വം നൽകുന്നുണ്ട്. ഫുഡ് ആൻഡ് സേഫ്റ്റി ഞങ്ങളുടെ കൂടെയുണ്ട്.
കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിയാണ് ഇതിനാവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നത്. ജില്ലാ കമ്മിറ്റി ചുമതലപ്പെട്ട 7 പേർ മുഴുവൻ സമയം നിൽക്കുന്നു. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ സുഗുണേട്ടൻ, അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളും വയനാട് ജില്ലയുടെ ചുമതലയുള്ള സിൽഖാദ് എന്ന് പറയുന്ന ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ മുഴുവൻ സമയം ഇവിടെയുണ്ട്. ഞങ്ങളുടെ 7 പേര് വയനാട് ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 7 പേരും ഇവിടെയുണ്ട്. ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ. നമ്മളിവിടുന്ന് പിന്നെ കൊടുക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, രാവിലെ 4 മണിയോടുകൂടി തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആകും. അത് പിന്നെ ഒരു 5 മണിക്കുള്ളിൽ പാക്കിംഗ് കഴിഞ്ഞ് കൺട്രോൾ റൂമിലേക്ക് ഈ സാധനം എത്തിച്ചു കൊടുക്കും. അതോടുകൂടി തന്നെ ചോറിൻ്റെ വർക്കിലേക്ക് പോവുകയാണ്. ചോറ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്, ഇവിടെ പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചോറ് പാക്ക് ചെയ്തൊരു 12 മണിക്കുള്ളിൽ ചോറെല്ലാം കൃത്യമായി കൺട്രോൾ റൂമിലേക്ക് എത്തിക്കും. പോലീസും ഇവിടുന്ന് എടുക്കും. 3 മണിയോടുകൂടെ വൈകുന്നേരത്തെ ഭക്ഷണം ഡിന്നർ ഇവിടെ നിന്ന് പാക്ക് ചെയ്യും. അതും ഒരു 5 മണിക്കുള്ളിൽ മുഴുവൻ സ്ഥലം ഈ ഇറങ്ങി വരുന്നവർക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ 30-ാം തീയതി മുതൽ, 30-ാം തീയതി വിവരമുണ്ടായ അന്ന് രാവിലെ 4:30 DTPCൻ്റെ മെമ്പർ സെക്രട്ടറി എന്നെ വിളിച്ച് വിവരം പറയുന്നത്. ആ സമയം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളിവിടെയുണ്ട്. ഞങ്ങളിതൊരു പുണ്യപ്രവൃത്തിയായിട്ട് തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ സേനാ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭക്ഷണം എത്തിക്കുക എന്ന് പറയുന്നത് അവരുടെ ദൗത്യത്തെ കൂടുതൽ കരുത്തേകുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അവർക്ക് കൃത്യസമയത്ത് കൃത്യ അളവിൽ ചൂടോടുകൂടെ വളരെ നല്ല ഭക്ഷണം എന്ന നിലയ്ക്ക് മറ്റുള്ളവർ കൊടുക്കുന്നത് മോശമാണെന്നല്ല പറയുന്നത്. അവർക്ക് ആവശ്യമുള്ളത് എന്താണോ അത് പാചകം ചെയ്ത് കൊണ്ടുകൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. പ്രോട്ടീൻ ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങൾ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് കൂടുതൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ അവിടെ ലഭിക്കുന്ന സാധനങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമാക്കി തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കുറേ വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ കേരള വ്യാപാരി ഏകോപന സമിതിയാണെങ്കിലും അവരുടെ ജില്ലാ ഭാരവാഹികൾ ഇവിടെ വന്ന് ഞങ്ങളോട് പൂർണ്ണ പിന്തുണ നൽകിയും ആവശ്യമായ സാധനങ്ങൾ നൽകുന്നതിൽ അവർ മുൻപന്തിയിലുണ്ട്. അതോടൊപ്പം തന്നെ ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷൻ, നമ്മുടെ പാക്കിംഗ് മെറ്റീരിയൽസ് തരുന്നവർ, അവർ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. മലയോരം ഉൾപ്പെടെയുള്ള ഒരുപാട് ഇപ്പോൾ പിന്നെ പാണ്ട ഫുഡ്സ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അവർക്കാകുന്ന തരത്തിലുള്ള സാധനങ്ങൾ എടുത്തു പറയേണ്ട കുറേ ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളെ സഹായിക്കുന്ന നിരവധി പേർ ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നുണ്ട്. സന്നദ്ധ സേവന വോളണ്ടിയർമാരായി എത്തിയിട്ടുള്ള സായി സമിതിയുടെ ആളുകളുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ശ്രീ രവിശങ്കറിൻ്റെ ആളുകളുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ, ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാൻ കഴിയില്ല. വോളണ്ടറി വർക്കാണ് അവരൊക്കെ അതെ. തീർച്ചയായിട്ടും അവർ ഒരു ടെലിവിഷൻ ക്യാമറയ്ക്ക് മുമ്പിലേക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ദുരന്തമുഖത്തില്ല. പക്ഷേ ഈ ഒരു ദുരന്തം സംഭവിച്ചപ്പോൾ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങൾ പുറകിൽ കാണുന്ന ആ സേവന സന്നദ്ധരായിട്ടുള്ള നാട്ടുകാരുടെ ഒരു പ്രവർത്തനങ്ങൾ. അതുപോലെ നമ്മുടെ നാട്ടിൽ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കുറേ രാവിലെ തന്നെ കുറേ സ്ത്രീകൾ വരും. ഈ പ്രദേശത്ത് താമസിക്കുന്നു. ആരും ക്ഷണിച്ചിട്ട് വരുന്നല്ല. അവർ രാവിലെ വരികയാണ്. രാവിലെ വന്ന് വൈകുന്നേരം ക്യാമ്പിൽ അവസാനത്തെ ഭക്ഷണം പോയി കഴിഞ്ഞ ശേഷം അവർ മടങ്ങുന്നുള്ളൂ. അവരവിടെ ഇരുന്ന് ഇത് നന്നാക്കിക്കൊണ്ടിരിക്കും. ഓരോ സാധനങ്ങളും പച്ചക്കറി ആണെങ്കിലും ഒക്കെ. അതൊക്കെ നമുക്ക് ഒരിക്കലും അവരൊക്കെ സേവനം വിലമതിക്കാനാകാത്തതാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനൊരു അധിക ബാധ്യത ഉണ്ടാകരുത് ഈ ഒരു ദുരന്തമുഖത്ത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളിതിൽ കാണുന്ന റെസ്ക്യൂ ടീമിന് ഞങ്ങൾ തന്നെ ഭക്ഷണ മേഖലയിൽ എങ്ങനെ അതിന് ഒരു നേതൃത്വം കൊടുക്കാൻ കഴിയുമെന്നാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ മുഖത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ വണ്ടികളൊന്നും എത്താത്ത സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പം അവിടെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാകുന്നത് ഭക്ഷണത്തിൽ നിന്നുള്ള ഫുഡ് പോയ്സണൊക്കെയാണ്. അപ്പോൾ അവിടെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ വളരെയധികം ശ്രദ്ധ കാണിച്ചിരിക്കുന്നത് ശുദ്ധമായ ഭക്ഷണം അല്ലേ. ആ പങ്കെടുക്കുന്ന, അതായത് യുദ്ധമുഖത്താണ് അവർ നിൽക്കുന്നത്, ദുരന്തമുഖത്താണ് നിൽക്കുന്നത്. ആ ദുരന്തമുഖത്ത് നിൽക്കുന്നവർക്ക് യാതൊരു തരത്തിലും ശാരീരിക അസ്വസ്ഥത ഉണ്ടാക്കാൻ കഴിയാത്ത നല്ല ഭക്ഷണങ്ങൾ ക്രമീകരിക്കുന്ന അവർ വളരെ ശ്രദ്ധാലുക്കളാണ്. നേരത്തെ സൂചിപ്പിച്ച് ഇവിടെ വരുന്ന പച്ചക്കറികളിലടക്കം എല്ലാ മോശമായിട്ടുള്ള കാര്യങ്ങളും മാറ്റിയിട്ട് അല്ലേ വളരെ ഹൈജീനിക് ആയിട്ടുള്ള സംവിധാനത്തിലാണ് ഈ പോളിടെക്നിക്കിൽ. ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഇവിടെ പാചകം ചെയ്യുന്നത് മുഴുവൻ ഹോട്ടൽ ഉടമകളാണ്. 5ഉം 6ഉം 7ഉം ഹോട്ടൽ ആളുകളാണ്. ഇന്നിപ്പോൾ ഇവിടെ ഞങ്ങൾ പാചകം ചെയ്യുന്നതിൽ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള NMR, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞങ്ങളുടെ മുൻ സംസ്ഥാന ട്രഷറാണ് NMR റസാഖ് എന്ന് പറയും. അദ്ദേഹം സംസ്ഥാന ട്രഷറാണ്. അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ഒരു ടീം. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ആളുകൾ, ഇന്നിപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. കാരണം എറണാകുളം ടീം വരുന്നുണ്ട്. പക്ഷേ ആര് വന്നാലും ഞങ്ങളുടെ കിച്ചണിലേക്ക് ആർക്കും പ്രവേശനമില്ല. ഇവിടെ തീരുമാനിക്കപ്പെടുന്ന കുറച്ച് ആളുകൾ, ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു കിച്ചണിൻ്റെ ചുമതലയുള്ള ആൾ സിൽഖാദ്, അതുപോലെ തന്നെ ഞങ്ങളുടെ സൂനേട്ടൻ, അതുപോലെ ജില്ലയിൽ നിന്ന് ഞങ്ങൾ കൊടുത്തുള്ള 2 പേരുണ്ട്, അരവിന്ദൻ എന്നൊക്കെ പറയുന്ന 2-3 പേരുണ്ട്. അവരാണ് മുതലാളികൾ തന്നെ ഇവിടെ വന്ന് സേവനം ചെയ്യുക. ഷെഡ്യൂൾ ചെയ്ത് ഞങ്ങൾ കൊടുക്കും. ഇന്ന ആളുകൾ കിച്ചണിൽ 24 മണിക്കൂർ ഏത് സമയം ആവശ്യപ്പെട്ടാലും. പിന്നെ ഞങ്ങൾ ഈ ദുരന്തമുഖത്തെ അവസാനത്തെ പഠനം ഇവിടെ നിന്ന് സേവനം മതിയാക്കി മടങ്ങുന്നതുവരെ, സർക്കാർ പറയുന്നവരെ ഞങ്ങളിവിടെ ഉണ്ടാവും. അതിനേക്കാൾ വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പലരും പറയുന്നതൊക്കെ പിന്നീട് ബില്ല് എഴുതി വാങ്ങും ഹോട്ടലായിരുന്നു. ഞങ്ങൾ നിങ്ങളെ സാക്ഷി നിർത്തി പറയുകയാണ്, ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ വാങ്ങിയത് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പൂർണ്ണമായും ലിസ്റ്റ് ചെയ്ത് സർക്കാരിനെ ഏൽപ്പിച്ച് ഈ ദുരന്തമുഖത്ത് നിൽക്കുന്ന കുടുംബങ്ങൾ ഒട്ടേറെയുണ്ട്. അവർക്കിത് നിങ്ങൾ പാക്ക് ചെയ്ത് കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ഇവിടെ നിന്ന് പറ്റുന്ന മണൽത്തരി പോലും കാലിലെ ഇവിടെ തട്ടിക്കളഞ്ഞ ശേഷം മാത്രമേ ഇവിടെ നിങ്ങൾ മടങ്ങൂ.
അപ്പോൾ നമ്മൾ കണ്ടത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കാരണം കണ്ണു നിറഞ്ഞു പോയി ഇവരിത് പറയുമ്പോൾ. ഇവിടെ എല്ലാവരും സങ്കടത്തിലായിരുന്നു കുറച്ച് നാൾ വരെ. പക്ഷേ ഇപ്പം എല്ലാവരുടെയും കണ്ണുകളിൽ തീക്ഷ്ണമായ തീയാണ്. ഇനിയൊരു ജീവൻ മണ്ണിനടിയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതുവരെ നേടിയെടുക്കുന്നതിനുണ്ട്. ഇനിയൊരു ദുരന്തം ഇവിടെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് സേനാംഗങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ചെയ്യാനാണ് ഇവർ നേതൃത്വം നൽകുന്നത്. എന്തായാലും നമുക്ക് ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് അഭിമാനിക്കാം. കേരളം ഒന്നാണ്. ഇനി ഒരു ദുരന്തമുഖത്ത് നിന്ന് ഒരാളുടെ പോലും ജീവൻ നഷ്ടമാകാതിരിക്കട്ടെ. എല്ലാവിധത്തിലുള്ള ആശംസകളും. മുഴുവൻ സമയമുള്ള ആളുകളാണ് തുടങ്ങിയ അന്ന് മുതൽ മെയിൻ ഷെഫാണ്, ഓണറാണ്. ഹോട്ടലിലെ ഓണർമാരാണ് ഇപ്പം ഹോട്ടലിൻ്റെ ഓണർമാരാണ് ഇപ്പോൾ ജോലി എടുക്കുന്നത്. ഏത് ഹോട്ടലാണ് നമ്മുടെ? എൻ്റെ സന മെഡിക്കൽ കോളേജ് ഇപ്പോൾ കാറ്ററിംഗാണ് ചെയ്യുന്നത്. പേര് ആഷിഖ്. അരവിന്ദ് ഹോട്ടൽ ബത്തേരി, അരവിന്ദ് കാറ്ററിംഗ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും മാറ്റി വെച്ചിട്ടാണ് ഇവിടെ ഫുൾ ടൈം. സ്ഥാപനങ്ങളിൽ പോയിട്ടില്ല സാർ. ഞാനൊക്കെ ഇന്നാണ് ഇപ്പോൾ ഞാൻ കടയിൽ പോയിട്ട് നോക്കും. ഞങ്ങളാരും ഒരാൾ ബാമ്പു ഹോട്ടലിൽ ബത്തേരി റെസ്റ്റ് ചെയ്തു. ഞങ്ങളുടെ 7 പേര് ഇറങ്ങുന്ന വയനാട് ജില്ലയിലെ ടീമാണ് 24 മണിക്കൂർ അവിടെ നിൽക്കണം തീരുമാനിച്ചത്. പിന്നെ ഒരു ഷിഹാബ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂണിറ്റ് സെക്രട്ടറി മേപ്പാട്, അയാളൊന്നും കടയിലേക്കേ പോയിട്ടില്ല. രമേശ് ഉറക്ക് പോലും ഒരു മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല. പിന്നെ ചാർജ് ഉള്ളത് അരവിന്ദേട്ടനും ഇവർക്ക് രണ്ടാൾക്കും ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ചാർജ്. അവർ നമ്മൾ ഇങ്ങനെ മലനാട് TV അറിയാലോ, ഇന്ത്യയിലെ ആദ്യത്തെ ജീവകാരുണ്യ വാർത്തകൾ ചെയ്യുന്ന ചാനലാണ്. നിങ്ങളുടെ സംസ്ഥാന സമ്മേളനം തത്സമയം ചെയ്ത ചാനലാണ് എറണാകുളത്ത് നിന്ന്. അതെ, അപ്പം ഈ ഒരു ദുരന്തമുഖത്ത് നമ്മൾ വന്നപ്പോഴും പോലീസിൻ്റെ സഹായത്തോടു കൂടി തന്നെ നിങ്ങളിലേക്ക് എത്തുകയാണ് നമ്മളുണ്ടായത്. ഇതേപോലെ നൂറുകണക്കിന് ആളുകളെ നമ്മളിപ്പോൾ കണ്ടു. അതുപോലെ മൃഗങ്ങൾക്ക് ഇന്ന് മലനാട് TV അവിടെ ഭക്ഷണം ഏർപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ മടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം 13,000 ഭക്ഷണം കൊടുക്കുന്ന ഒരു കിച്ചണാണ് പറയുന്നത്. അവിടെയാണ് നമ്മൾ കാണുന്ന ഹൈജീനിക്. ഓരോ സമയത്തും ഓരോ പാചകം കഴിഞ്ഞാൽ അപ്പം തന്നെ കിച്ചൺ ക്ലീൻ ചെയ്യും. ഇപ്പോൾ ക്ലീനിങ് നടക്കും. നിരന്തരം 13,000-ത്തിലധികം പേർക്ക് ഭക്ഷണം നൽകുന്ന ഒരു വലിയ സന്നാഹം നമ്മൾ കണ്ടാണ്. എത്ര ഹൈജീനിക്കാണ് സൂക്ഷിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും നമ്മുടെ ശ്രദ്ധ അത്രത്തോളം ഹൈജീനിക്കായിട്ട് തന്നെ നമ്മുടെ സേനാ അംഗങ്ങൾക്ക് ഭക്ഷണം നൽകണമെന്നാണ്. എന്തായാലും നിങ്ങളെ വളരെ സന്തോഷത്തോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും നമിക്കുകയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഈ ജീവകാരുണ്യ വാർത്താ ചാനലിൻ്റെ പ്രസക്തി അല്ലെങ്കിൽ മലനാട് TVയുടെ ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതൊരു വാർത്തയാക്കണമെന്ന് ആഗ്രഹിച്ച് നിന്നവരല്ല ഇവിടെ. ഞങ്ങളുടെ ഉള്ളിലുള്ളത് മനസ്സിലും ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, ആ പ്രവൃത്തി ഒരുപക്ഷെ ലോകം കണ്ടില്ലെന്ന് വരാം, ആരും കണ്ടില്ലെന്ന് വരാം, ആരും വാർത്തയാക്കില്ലെന്ന് വരാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, ഞങ്ങൾ ഭക്ഷണം വിളമ്പുന്നവരാണ്. ഈ ഇന്ത്യയിലാകെ ഭക്ഷണം വിളമ്പുന്നവരാണ് ഹോട്ടലുകാർ. ഞങ്ങൾക്ക് ഒരാൾക്കെങ്കിൽ കൂടുതൽ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞാൽ സന്തോഷിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ചാനലുകാർ ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ഇതിനെക്കുറിച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. ഞങ്ങളുടെ പരസ്യമല്ല, ഭാവിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏതൊരു ദുരന്തമുഖത്തും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരിക്കണം ഒരു കിച്ചൺ എന്നതാണ്. ആ സന്ദേശമാണ് ഞങ്ങൾ നൽകാറുള്ളത്. അവിടെ ഞങ്ങളാലാകുന്നത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ നിലനിൽക്കുന്നിടത്തോളം കാലം അങ്ങനെ ഒരു സേവനം ആവശ്യമാകുന്നു എന്ന് കണ്ടാൽ നിങ്ങൾക്കൊന്നും മടിക്കാതെ ബന്ധപ്പെടാം ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറിയും. ആ നിമിഷം ആ യുദ്ധമുഖത്ത് ഒരു സേനയെപ്പോലെ ഞങ്ങളുണ്ടാകും. ഭക്ഷ്യ സുരക്ഷയുള്ളൊരു ഭാരതം എന്നുള്ളത് മലനാട് TVയുടെ ഒരു ശ്രദ്ധേയമായ ഇടപെടലാണ്. അന്ന് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മളുടെ ഈ ഒരു സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ തന്നെ നിങ്ങളിൽ സംസാരിച്ചപ്പോൾ ഉറവിടത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് നമുക്ക് മാറ്റാൻ കഴിയുന്നില്ല. അപ്പോൾ എന്തായാലും വലിയൊരു മാറ്റത്തിന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് വേണം പറയാൻ. ഞങ്ങൾ വിളമ്പുന്ന ഭക്ഷണത്തിൽ മായം ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എത്ര ദുരന്തമുഖത്തായാലും ഏത് മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലായാലും അവിടെ ഹൈജീനിക്കായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി മുതലാളിമാർ തന്നെ അവിടെ കിച്ചൺ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പം അത്രത്തോളം അവർ ഇതിനകത്ത് ശ്രദ്ധിക്കുന്നു എന്ന് വേണം പറയാൻ. എന്തായാലും എല്ലാ വിധത്തിലുമുള്ള അവരുടെ ബിസിനസ് സ്വപ്നങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സഹജീവികളുടെ ആ ഒരു വലിയ ദുരന്തമുഖത്ത് സേവനം ചെയ്യുന്ന നിങ്ങളെ ഞങ്ങൾ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്, ആദരിക്കുകയാണ്. നന്ദി. നമസ്കാരം. ഇവിടെ വിവിധ സന്നദ്ധ സേവന പ്രവർത്തകർ ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ ആർട്ട് ഓഫ് ലിവിങ്ങിന് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശത്തെ അമ്മമാർ ഇവിടെ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചില്ലേ, അമ്മമാരും സഹോദരിമാരും ഒക്കെ ഇവിടെ വന്നിട്ട് സേവന സന്നദ്ധരായിട്ട് ഇവിടെ എത്താറുണ്ട്. പ്രദേശവാസിയാണോ? ഞാൻ കോഴിക്കോട് നിന്ന് വന്നാണ്. കമ്മ്യൂണിറ്റി കിച്ചണിന് വേണ്ടിയിട്ട് ചോദിച്ചു വാങ്ങി വന്നതാ. ഒരു വളണ്ടിയറായിട്ട് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചു വാങ്ങിയതാ അവരോട്. എനിക്കിങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണ്ടേ, അപ്പോൾ അതിന് വേണ്ടി ചോദിച്ചു വന്നത്. കമ്മ്യൂണിറ്റി കിച്ചൺ ഐഷ. എത്ര പേര് വന്നു നമ്മുടെ കൂടെ? ഞങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചൻ്റെ എത്ര അതറിയില്ല, എണ്ണ അറിയില്ല. ഞാനും എൻ്റെ അവരുടെ ഒരു മെമ്പർ ഉണ്ടായിരുന്നു. ഇതിൽ സെല്ലാതെന്ന പേര്. അവൻ്റെ ഭാര്യൻ്റെ കൂടെ ഞാൻ പറഞ്ഞ എൻ്റെ വന്നു. ഇന്നലെ വന്നതാണ്. അപ്പം ഇനി തീരുന്നവരുണ്ടാകും. നമ്മളൊക്കെ ഈ നാട്ടുകാരാണോ? അതെ അതെ, ഞങ്ങൾ ഈ നാട്ടുകാരാണ്. നമ്മളൊക്കെ ഇവിടെ സേവനം ചെയ്യാൻ തീർച്ചയായും. എന്താ പേര്? നൗഫിയ. എല്ലാവരുടെ പേരും
ജമീല സാജിദ. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. നിങ്ങളൊക്കെ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നത് പറഞ്ഞുകൊണ്ട് വന്ന് റെക്കോർഡ് ചെയ്തതാണ് കേട്ടോ. എന്തായാലും വളരെ സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഒരുപാട് പേര് ഇവിടെ ഇത് പ്രവർത്തനങ്ങൾ പേരെന്ന് പറഞ്ഞു പെട്ടെന്ന് പേര് പോലും പറയാൻ താല്പര്യമില്ല. ഓക്കെ, എന്തായാലും ഈ നാട്ടുകാരാണ്. അവരെ പേരെന്താ? ഈ നാട്ടുകാരാണോ? അല്ല, കോഴിക്കോട്. കോഴിക്കോട് നിന്ന് വന്നാണ്, സേവനം ചെയ്യാനായിട്ട് വന്നതാണ് അല്ലേ? അവിടെ ഒരു താത്ത പറഞ്ഞ് ചോദിച്ച് ഞാൻ മേടിച്ചാണ് സേവനം. അങ്ങനെ കാണാം, അതെ അതെ, അതേപോലെ വന്നാണ് അല്ലേ? സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഓക്കെ, പേര്? സവിത. സാജൻ സെന്തിൽ. അപ്പം നമുക്ക് ഈ ഇങ്ങനെ ഓൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഈ പ്രവർത്തനങ്ങളെ വളരെ ഗൗരവമായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് നാട്ടുകാരും അതുപോലെ തന്നെ സന്നദ്ധ സേവന പ്രവർത്തകരെയാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് അഭിനന്ദനങ്ങൾ കേട്ടോ എല്ലാവർക്കും. ഓക്കെ, സന്തോഷം മോനെ.